ഇങ്ങനെ ചെയ്യുമ്പോൾ ആർത്രൈറ്റിസ് വരുമെന്ന് കേട്ടിട്ടുണ്ടോ? ചിൽ, അതൊരു മിത്ത് മാത്രമാണ്. സ്റ്റഡീസ് പറയുന്നത് നക്കിൾ ക്രാക്കിംഗ് കൊണ്ട് ആർത്രൈറ്റിസ് വരില്ല. ഒരു ഡോക്ടർ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രം നക്കിൾസ് ഒരു 50+ ഇയേഴ്സ് ക്രാക്ക് ചെയ്തു, റൈറ്റ് ഹാൻഡ് തൊട്ടിട്ടേയില്ല. ആൻഡ് ഗെസ് വാട്ട്? നോ ഡിഫറൻസ്, ഹെൻസ് പ്രൂവ്ഡ്. പക്ഷേ എന്തുകൊണ്ട് ഈ പോപ്പ് സൗണ്ട്? ബൈ ദ സൗണ്ട്. നമ്മുടെ ജോയിൻസിനിടയ്ക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു നാച്ചുറൽ ഓയിൽ പോലെയാണ് ഫോർ സ്മൂത്ത് മൂവ്മെൻറ്റ്. ഈ ഫ്ലൂയിഡിനകത്ത് ഗ്യാസസ് ഉണ്ട്, മെയിൻലി കാർബൺ ഡയോക്സൈഡ്, നൈട്രജനൊക്കെ. ഇത് ഈ ഫ്ലൂയിഡിനകത്ത് ഡിസോൾവ് ആയിരിക്കും. നമ്മൾ ഈ കൈ വലിക്കുകയും മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ജോയിൻസിനിടയ്ക്ക് ഒരു പ്രഷർ ചേഞ്ച് ഉണ്ടായി ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യും. അപ്പം ഈ ഗ്യാസ് ബബിൾസ് നമ്മൾ കൈ ഇങ്ങനെ മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബേസ്റ്റ് ആവുന്ന സൗണ്ടാണ് നമ്മൾ ഈ പോപ്പ് സൗണ്ടായിട്ട് കേൾക്കുന്നത്. ഈ പ്രോസസ്സിനെ കാവിറ്റേഷൻ എന്നാണ് സയൻസിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ഫിസിയോ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഒക്കേഷണൽ ക്രാക്കിംഗ് സേഫ് ആണ്. ഓവർഡു ചെയ്താൽ നമുക്ക് പെയിൻ, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ ജോയിൻസിന് ഇറിറ്റേഷൻ ഉണ്ടാവും. സോ ക്രാക്ക് യുവർ നക്കിൾസ് ഫോർ ഫൺ, ജസ്റ്റ് ഡോണ്ട് ഓവർഡു. സയൻസ് കൺഫേംസ് ആർത്രൈറ്റിസ് റിസ്ക് ഇല്ല.